കറുപ്പ് ശക്തവും മനോഹരവുമാണ്. എനിക്ക് കറുത്തതായിരിക്കാൻ ഇഷ്ടമാണ്. ഇങ്ങനെ തുറന്നു പറഞ്ഞ കേരളത്തിന്റെ ചീഫ് സെക്രട്ടറിക്ക് ബിഗ് സല്യൂട്ട്. കറുപ്പിനെ അധിക്ഷേപിച്ച മനോരോഗികൾക്കെതിരെ ഒട്ടേറെ പ്രമുഖരും നിലപാടെടുത്തു ഇന്ന്. എന്താണ് കറുപ്പിന്റെ കുഴപ്പം? കറുപ്പിന് എന്താ കുറവ്? ഞാൻ പറഞ്ഞില്ല, എൻ്റെ അമ്മയുടെ നിറവും കറുപ്പായിരുന്നു ഞാൻ പറഞ്ഞു. എനിക്ക് ചെറുപ്പത്തിലെ സങ്കടം അമ്മയുടെ പോലത്തെ കറുപ്പാകാൻ പറ്റിയില്ലല്ലോ എന്നാണ്. കേരളത്തിന്റെ ചീഫ് സെക്രട്ടറി തന്റെ സോഷ്യൽ മീഡിയ ഹാൻഡിലിൽ പങ്കുവച്ച നിറത്തിന്റെ പേരിലുള്ള അവഹേളനക്കുറിപ്പ് സാക്ഷര കേരളത്തിനേറ്റ മുറിവാണ്. വർണ്ണവെറിയുടെയും കുടിലതയുടെയും ദുഷിച്ച കൊളോണിയൽ ശേഷിപ്പുകൾ ഇന്നും കേരളത്തിലുണ്ട്. പ്രബുദ്ധ കേരളമേ ലജ്ജിച്ച് തല താഴ്ത്തുക. കാക്ക കറുപ്പാണ്, കാക്ക കുളിച്ച കൊക്കാവുമോ എന്ന് ചോദിക്കും. അപ്പോൾ എൻ്റെ മനസ്സിൽ അന്നേ ചെറുപ്പത്തിൽ തോന്നി, കൊക്ക് കുളിച്ചിട്ട് കാക്കയായിട്ടുണ്ടോ? കറുത്തത് മോശമല്ല എന്ന് ചിന്തിക്കുന്ന അവസ്ഥയിലേക്ക് ഓരോ മനുഷ്യനും എത്തുമ്പോഴാണ് കറുപ്പിനും വെളുപ്പിനും വ്യത്യാസമില്ല എന്ന് തിരിച്ചറിയാൻ കഴിയും. വെളുപ്പിനെ നന്മയും പരിശുദ്ധിയും സൗന്ദര്യവുമൊക്കെയായി ചിത്രീകരിക്കുന്ന പൊതുബോധം ഇപ്പോഴും നമ്മുടെ സംസ്കാരത്തിൽ ശക്തമാണ്. കറുപ്പിനെ തിന്മയുടെയും വൈരൂപ്യത്തിന്റെയും പ്രതീകമായി കാണുന്ന രീതിയും ഇതോടൊപ്പം തുടരുന്നു. പ്രതിഷേധം പ്രകടിപ്പിക്കുന്നത് പോലും കരിങ്കൊടി കാണിച്ചാണ്. അത് തിരുത്തപ്പെടേണ്ടതാണ്. എന്തിനാ ഇങ്ങനെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ആൾക്കാർ ഇങ്ങനെ പറയണത്? അവരിപ്പോഴും ആ പഴയ ഇതൊന്നും മാറിയിട്ടില്ല എന്ന് എനിക്കറിയില്ല. ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ല. കാരണം നമ്മുടെ അച്ഛനമ്മേൻ്റെ കാലത്തൊക്കെ അങ്ങനെ പറഞ്ഞു കേട്ടുള്ളൂ. ആ കാലമൊക്കെ മാറി. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ പുതിയ കാലം എല്ലാവരും നല്ല പഠിപ്പുള്ളവരാണ്. ഈ പഠിപ്പ് കൂടേണ്ട പ്രശ്നമാണോ എന്ന് അറിയാം. കറുപ്പിനോടുള്ള വിവേചനവും ജാതി വിവേചനവും സമൂഹത്തിൽ തുടരുന്നു എന്നത് ഈ നാടിന് നാണക്കേടാണ്. നവോത്ഥാന പ്രസ്ഥാനങ്ങൾക്ക് വേരോട്ടമുണ്ടായിരുന്ന മലയാള നാട്ടിൽ അധമ സംസ്കാരത്തിന്റെ അലയൊലികൾ ഇപ്പോഴുമുണ്ട്. ജെൻ എക്സ് എന്നും ആൽഫ ജനറേഷൻ എന്നൊക്കെ പറയുന്നത്, നമ്മൾ ഏറ്റവും മിനിമം പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ആ കുട്ടികളിൽ നിന്നൊന്ന് കണ്ടുപഠിക്കണം. അവർക്കിടയിൽ ഇങ്ങനെ ശരീരഘടനയുടെ പേരിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള വട്ടപ്പേരുകളൊന്നും ഇല്ലാത്തൊരു കാലഘട്ടത്തിലൂടെ അവർ കടന്നു പോകും. ദി ബ്ലാക്ക് ഈസ് ബ്യൂട്ടിഫുൾ, ദാറ്റ് ബ്ലാക്ക് ഈസ് ഗോർജിയസ്നെസ് എന്ന ദൃഢനിശ്ചയത്തോടെ തുറന്നെഴുതിയ ശാരദാ മുരളീധരന് മാതൃഭൂമി ന്യൂസിന്റെ ബിഗ് സല്യൂട്ട്. തമ്പ്രാൻ എന്ന് വിളിക്കില്ല, പാളയിൽ കഞ്ഞി കുടിക്കില്ല എന്ന മുദ്രാവാക്യം വിളിക്കാൻ ഈ നാട്ടിലെ അടിമ സമാനമായ ജീവിതം നയിച്ചവർക്ക് തന്റേടം നൽകിയ നാടിന്റെ പേരാണ് കേരളം. ന്യൂസ് ഡെസ്ക്, മാതൃഭൂമി ന്യൂസ്.